ഫ്രണ്ട്സ്, നിങ്ങൾ ശരിക്കും ഒരു വീക്ക് ബോയ് ആണോ അതോ ഒരു റിയൽ മെൻ ആണോ എന്ന് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. ഇന്ന് പറയാൻ പോകുന്ന ഈ 5 ക്വാളിറ്റീസ് നിങ്ങളിലുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ റിയലി ഒരു പവർഫുൾ ആൻഡ് സ്ട്രോങ് മെൻ ആണ്. ഇനി ഇതില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരു വീക്ക് ബോയിൽ നിന്ന് ഒരു റിയൽ മെന്നിലേക്ക് ട്രാൻസ്ഫോം ആകേണ്ടതായിട്ട് ഇരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ബോയും ഒരു റിയൽ മെന്നും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എന്താണെന്ന്. സോ ഇതിൽ പറയുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങളെ ഒരു ബോയ് മൈൻഡ് സെറ്റിൽ നിന്ന് റിയൽ മെൻ മൈൻഡ് സെറ്റിലേക്ക് ട്രാൻസ്ഫോം ആക്കും. നമ്പർ 1, ലിവ് അസ് ഇഫ് യുവർ ഫാദർ വെർ ഡെഡ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൈപ്പേറിയതായിട്ട് തോന്നും. ബട്ട് ഈ ഒരു ലോകത്ത് നിങ്ങളുടെ അച്ഛനെ ഇല്ലാത്ത പോലെ നിങ്ങൾ ജീവിക്കാൻ പഠിക്കണം. ഒരു റിയൽ മെന്നിൻ്റെ ലൈഫ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്നാൽ 100% അവൻ്റെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി അവൻ ഏറ്റെടുക്കുമ്പോഴാണ്. ഇത് സ്റ്റാർട്ടിങ്ങിൽ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അമേരിക്കൻ ഓഥറായിട്ടുള്ള ഡേവിഡ് ഡിയുടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ലോകത്തിൽ നിങ്ങളുടെ അച്ഛനെ ഇല്ലാത്ത പോലെ നിങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ്. കാരണം ഈ ഒരു മൈൻഡ് സെറ്റാണ് ഒരു ബോയെ ഒരു റിയൽ മെന്നാക്കി ട്രാൻസ്ഫോം ആക്കുന്നത്. നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഇതുവരെ നിങ്ങൾ എന്തൊക്കെ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പിറകിൽ നിങ്ങളുടെ അച്ഛൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ടായിരിക്കും. എന്നാൽ ഒരു ബോയ് വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൻ്റെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി മുഴുവനായിട്ടും ഏറ്റെടുക്കണം. അവൻ എപ്പോഴാണോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ അച്ഛനും ഇത് കണ്ട് വളരെ സന്തോഷവാനാകും. അതായത് ഇപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് നല്ലത് കെട്ടത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾ ഏറ്റെടുക്കണം. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഫാദർ എടുത്ത ഡിസിഷൻസ് തെറ്റാണെന്നോ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊന്നുമല്ല. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി തൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇനി ആസ് എ മെൻ നിങ്ങളുടെ ലൈഫിൽ എന്ത് നടക്കണമെന്നുള്ളത് അത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം ഏറ്റെടുത്തേ മതിയാവൂ. സോ ഇത് നിങ്ങൾ എത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്നോ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ 30ാമത്തെ വയസ്സിലും ഒരു വീക്ക് മെയിലിനെ പോലെ നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു റിയൽ മെന്നിനും ബോയ്ക്കും ഇടയിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നാൽ ഒരു ബോയ് തൻ്റെ പ്രോബ്ലംസിന് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു റിയൽ മെൻ തൻ്റെ ലൈഫിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അതിന് താനും റെസ്പോൺസിബിൾ ആണെന്ന് ചിന്തിക്കും. ഈവൻ ആരെങ്കിലുമൊക്കെ ഇവരെ ചതിച്ചിട്ടുണ്ടെങ്കിലും അയാളെ ബ്ലെയിം ചെയ്ത് സങ്കടപ്പെട്ടിരിക്കാതെ അവർ ചിന്തിക്കും ഇത് തൻ്റെ ആക്ഷൻസ് ആൻഡ് ബിഹേവിയറിൻ്റെ റിസൾട്ടാണ് എന്ന്. എപ്പോഴാണോ ഈ ഒരു റിയലൈസേഷൻ സംഭവിക്കുന്നത് അപ്പോൾ ഒരു ബോയുടെ ഉള്ളിൽ നിന്ന് ഒരു സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് മെൻ പിറവിയെടുക്കും. കാരണം ഇന്ന് തൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് നാളെ തൻ്റെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസും നിർവഹിക്കാൻ സാധിക്കില്ല. ആൻഡ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് എത്ര വലിയ കാര്യമാണെന്നാൽ ഇതിനെ ഒരു റിയൽ മെന്നിന് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു ബോയ്ക്ക് ഇതിന് സാധിക്കില്ല. ഫ്രണ്ട്സ്, അടുത്ത 60 ഡേയ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു വീക്ക് മൈൻഡ് സെറ്റ് വിട്ട് ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് നിങ്ങളിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളിൽ ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, സ്ട്രോങ് ഹാബിറ്റ്സ് ഇതൊക്കെ ബിൽഡ് ചെയ്ത് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ നിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 2, നോ ഹൗ ടു സഫർ. ഓരോ മെയിലും തൻ്റെ ലൈഫിൽ സാക്രിഫൈസസ് തീർച്ചയായും ചെയ്തിരിക്കണം, അതും സൈലൻസിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആസ് എ മെയിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില പെയിൻ, ഭയം, സഫറിങ്സ് ഇതിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയോ ആയിരിക്കും. ബട്ട് ആസ് എ റിയൽ മെൻ ഇതെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോഷ്യൽ മീഡിയാസിൽ ഇന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ് ഇറ്റ്സ് ഓക്കെ ടു ബി വീക്ക്, ഷെയർ യുവർ ഫീലിങ്സ് എന്ന്. അതായത് മെൻ ഓപ്പൺ അപ്പ് ആകണം, നിങ്ങളുടെ ഫീലിങ്സിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന്. എന്നാൽ ഇതൊരു ട്രാപ്പാണ്. കാരണം റിയാലിറ്റിയിൽ നമ്മൾ മെയിൽസ് പറയുന്നത് ആരും മനസ്സിലാക്കാനോ കേൾക്കാനോ തയ്യാറാവില്ല. അവർ പറയും നീ ഒരു ആണാണ്, ഇതിനെ ഫേസ് ചെയ്യാനുള്ള കരുത്ത് നിനക്കുണ്ടെന്ന്. സോ ആസ് എ മെൻ മറ്റുള്ളവരിൽ നിന്നുള്ള സിമ്പതി, ദയ, ഈ ലക്ഷറീസ് ഒന്നും തന്നെ നമുക്ക് ലഭിക്കില്ല. ഇതെല്ലാം സ്ത്രീകൾ, കുട്ടികൾ ഇവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈവൻ ടൈറ്റാനിക് മൂവിയിൽ നിങ്ങൾ കണ്ടതായിരിക്കും. ടൈറ്റാനിക് മുങ്ങാൻ തുടങ്ങുമ്പോൾ ആദ്യം ലൈഫ് ബോട്ടിൽ കുട്ടികൾ, സ്ത്രീകൾ ഇവരെ മാത്രമായിരിക്കും കയറ്റിയിട്ടുണ്ടായിരിക്കുക. ഇന്നും നമ്മുടെ ഒരു സൊസൈറ്റി ഇതുപോലെ തന്നെയാണ്. കുട്ടികൾ, സ്ത്രീകൾ ഇവർക്ക് മാത്രമേ സിമ്പതി, കൺസിഡറേഷൻ ഇതൊക്കെ ലഭിക്കുകയുള്ളൂ. ആസ് എ മെയിൽ നമ്മുടെ ലൈഫിനെ നമ്മൾ ത്യാഗം ചെയ്തേ പറ്റൂ. ഇനി മറ്റൊരു റിയാലിറ്റി എന്താണെന്നാൽ ഒരു മെന്നിന് ഡൗൺഫാൾ സംഭവിക്കുമ്പോൾ അപ്പോൾ മറ്റ് മെയിൽസ് അവരെ ഇഗ്നോർ ചെയ്യും. ആൻഡ് വുമൺസ്
അവരെ വിട്ടുപോകും. എന്നാൽ ഇതിൻ്റെ അർത്ഥം ഒരു ആൺ കരയാൻ പാടില്ല എന്നുള്ളതല്ല. നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്. സോ നമ്മളുടെ ഇമോഷൻസിനെ നാം എക്സ്പ്രസ് ചെയ്യണം. ബട്ട് അത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ തനിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഒപ്പമോ ആയിരിക്കണം. എന്നാൽ സങ്കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ലൈഫിലെ പ്രോബ്ലംസ് മാറില്ല. നേരെ മറിച്ച് ഈ ഒരു സിഗ്നൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ ക്യാപ്പബിൾ ആണോ അല്ലയോ എന്ന്. സോ ആസ് എ മെൻ നിങ്ങളുടെ പെയിൻ, സഫറിങ്സ് ഇതിനെയൊക്കെ താങ്ങാനുള്ള ശേഷി നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ആൻഡ് അതിനെയൊക്കെ ഒരു വെപ്പൺ പോലെ യൂസ് ചെയ്യണം. ലൈഫിലേക്ക് ഒരു വലിയ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ബോയ് തകർന്നു പോകും. എന്നാൽ ഒരു റിയൽ മെൻ തൻ്റെ ഉള്ളിലുള്ള വാരിയറിനെ പുറത്തെടുക്കും ഇത് യൂസ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വേർഡ്സ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഡയമണ്ട്സ് ആർ ഓൺലി ഫോംഡ് അണ്ടർ ഇൻറ്റൻസ് പ്രഷർ. ദീസ് പെയിൻ ഈസ് ബിൽഡ്സ് ദ ക്യാരക്ടർ ഓഫ് എ സ്ട്രോങ് മാൻ. അതായത് ഒരു ഡയമണ്ട് രൂപപ്പെടുന്നത് അതിൻ്റെ മേലെ ഇൻറ്റൻസ് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഈ ഒരു പെയിനാണ് ഒരു മെന്നിനെ ഒരു സ്ട്രോങ് മാൻ ആക്കി മാറ്റുന്നത്. നമ്പർ 3, ആൾവേസ് ബി റെഡി ഫോർ എ ഫൈറ്റ്. ആസ് എ മെൻ നമ്മളെപ്പോഴും ഒരു ഫിസിക്കൽ ഫൈറ്റിന് തയ്യാറായിരിക്കണം. ഒരുപക്ഷെ ആരും നിങ്ങളെ ആക്രമിക്കാൻ വരണമെന്നില്ല. ബട്ട് ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങളെ കൂടുതൽ കോൺഫിഡൻ്റ് ആക്കി മാറ്റും. ആസ് എ മെൻ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അവരെ മെൻ്റലി ഫിസിക്കലി പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ലൈക്ക് നിങ്ങളുടെ അമ്മ, അനിയത്തി, ഫ്രണ്ട്സ്, പാർട്ട്ണർ. ഈ ഒരു സെൽഫ് ഡിഫെൻസിൻ്റെ ഒപ്പം സെൽഫ് കൺട്രോളും ആവശ്യമാണ്. കാരണം ഒരു മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾ ഒരിക്കലും ഒരു എടുത്തുചാട്ടക്കാരനായിരിക്കില്ല. അയാൾ എപ്പോഴും സമാധാനം, സന്തോഷം ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളായിരിക്കും. എന്നാൽ തൻ്റെ സമാധാനത്തെയോ തൻ്റെ കുടുംബത്തെയോ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ ഒരിക്കലും കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. നമ്പർ 4, ബി ലിറ്റിൽ സെൽഫിഷ്. പലപ്പോഴും നമ്മുടെ ഒരു സൊസൈറ്റിയിൽ സെൽഫിഷ് എന്ന വേർഡിനെ വളരെ നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ നമ്മളെല്ലാവരും നമുക്ക് വേണ്ടി കുറച്ചെങ്കിലും സെൽഫിഷ് ആകണം. ഇത് വിചാരിച്ച് നമ്മൾ മറ്റെല്ലാം ഒഴിവാക്കി സെൽഫിഷായി നമ്മളെപ്പറ്റി മാത്രം ചിന്തിക്കണം എന്നുള്ളതല്ല. ബട്ട് നമ്മുടെ ലൈഫ്, നമ്മുടെ ടോപ്പ് പ്രയോറിറ്റീസ്, ഗോൾസ്, ലൈഫ് പർപ്പസ് ഇതിനൊക്കെ വേണ്ടി നമുക്ക് കുറച്ച് സെൽഫിഷ് ആകാം. കാരണം ഒരു വീക്ക് ബോയുടെ ലൈഫിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അവർക്ക് ഒരേ സമയത്തിൽ എല്ലാം ആവശ്യമായിരിക്കും. ഇവരെപ്പോഴും മറ്റുള്ളവരുടെ ആക്സെപ്റ്റൻസ്, വാലിഡേഷൻ ഇതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിനായിട്ട് അവരുടെ ലൈഫ്, ഗോൾസ് ഇതിനെ വരെ അവർ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകും. എന്നാൽ ഒരു റിയൽ മെൻ ഒരു ടൈമിലേക്ക് എത്തുമ്പോൾ തൻ്റെ ലൈഫിനെ പറ്റി ഡീപ്പായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. തൻ്റെ ലൈഫ്, പർപ്പസ്, സ്റ്റഡീസ്, ഗോൾസ്, ടൈം ഇതിനായിരിക്കും പിന്നീട് അവർ പ്രയോറിറ്റി കൊടുക്കുക. അവർക്ക് ചുറ്റുമുള്ള ആളുകളെ പറ്റി അവർ ചിന്തിക്കില്ല. കാരണം അവർക്കറിയാം നാളെ തൻ്റെ ലൈഫിൽ താൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവരാരും തന്നെ രക്ഷിക്കാൻ വരില്ല എന്ന്. സോ ഇനി മുതൽ നിങ്ങളുടെ ലൈഫിലെ ടോപ്പ് പ്രയോറിറ്റീസിനെ മനസ്സിലാക്കി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എപ്പോഴാണോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സെൽഫിഷ് ആകുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആക്ച്വലി ഇതെന്നുള്ളത് സെൽഫിഷ് അല്ല, നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന സെൽഫ് റെസ്പെക്റ്റ് ആണ്. നമ്പർ 5, ബി എ പവർഫുൾ ആസ് എ മാൻ. ഫ്രണ്ട്സ്, ഫൈനലി ഒരു ബോയിൽ നിന്ന് ഒരു സ്ട്രോങ് പവർഫുൾ മെന്നാകാൻ വേണ്ടി ഈ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഫസ്റ്റ്, ബി ഫൈനാൻഷ്യലി സ്ട്രോങ് ആൻഡ് പവർഫുൾ. ഫ്രണ്ട്സ്, ഒരു കൈപ്പേറിയ സത്യം എന്താണെന്നാൽ പണമില്ലെങ്കിൽ ഈ ഒരു ലോകം നിങ്ങളെ വാല്യൂ ചെയ്യില്ല. ഫൈനാൻഷ്യലി സ്ട്രോങ് ആകുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിലെ ഡിസിഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാൻ സാധിക്കും. ഒരു ബോയെ പോലെ ആരും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വരില്ല. ആരുടെ അപ്രൂവലും നിങ്ങൾക്ക് വേണ്ടി വരില്ല. ഫൈനാൻഷ്യലി സ്ട്രോങ് ആയ ഒരാൾക്ക് മാത്രമാണ് തൻ്റെ ലൈഫിൽ ഫുൾ ഫ്രീഡത്തോട് കൂടിയിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡ്, സ്റ്റേ അവേ ഫ്രം ദ തിങ്സ് ദാറ്റ് മേക്സ് യു വീക്ക്. Addiction like alcohol, drugs, gambling, masturbation, porn, video games, unnecessary distractions ഇതെല്ലാം നിങ്ങളുടെ മൈൻഡ്, ബോഡി, വിൽ പവർ ഇതിനെയെല്ലാം വീക്കാക്കും. ഈ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളെ ഒരു ബോയ് മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു മെൻ മൈൻഡ് സെറ്റിലേക്ക് ട്രാൻസ്ഫോം ആകാൻ അനുവദിക്കില്ല. തേർഡ്, സ്റ്റേ അവേ ഫ്രം റോങ് വുമൺ. ഒരു ബോയ്ക്ക് ഇതറിയില്ല ഒരു റോങ് വുമൺ തൻ്റെ ഫോക്കസ്, എനർജി, പീസ്, ലൈഫ് ഇതിനെയൊക്കെ ഡെസ്ട്രോയ് ചെയ്യുമെന്ന്. എന്നാൽ ഒരു റിയൽ മെൻ എപ്പോഴും ഒരു ഹൈ വാല്യൂ വുമണിനും മാത്രമായിരിക്കും തൻ്റെ ലൈഫിലേക്ക് ഇടം നൽകുക. അതായത് തൻ്റെ ടൈം, മണി, എനർജി ഇതിനൊന്നും ആ ഒരു റിലേഷൻഷിപ്പ് എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് അയാൾ ഉറപ്പുവരുത്തും. ബോയ്സ് എപ്പോഴും ഫിസിക്കൽ അട്രാക്ഷനിൽ വീണു പോകും. എന്നാൽ ഒരു റിയൽ മെൻ തൻ്റെ പ്രയോറിറ്റീസിന് ഇമ്പോർട്ടൻസ് നൽകും. ഫോർത്ത്, ബി ഫിസിക്കലി പവർഫുൾ. ഒരു സ്ട്രോങ് ബോഡി എന്നുള്ളത് ഫിസിക്കൽ ഡിഫെൻസിന് മാത്രമല്ല, ഇത് നിങ്ങളുടെ കോൺഫിഡൻസ്, ഡോമിനൻസ് ഇതിനെയും വർദ്ധിപ്പിക്കും.
ഫിഫ്ത്ത്, ബി മെൻ്റലി പവർഫുൾ ആൻഡ് ബി ഡിസിപ്ലിൻഡ്. ഇമോഷണൽ ആൻഡ് മെൻ്റൽ കൺട്രോൾ ഇല്ലെങ്കിൽ അപ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത് ഇൻകംപ്ലീറ്റ് ആണ്. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ അപ്പോൾ കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. ഒരു ചെടി വളർന്നിട്ടില്ലെങ്കിൽ അപ്പോൾ അതിന് ഒരു വലിയ മരമായിട്ട് മാറാൻ സാധിക്കില്ല. ഇതുപോലെ ഒരു ബോയ് കൺസിസ്റ്റൻ്റ്ലി ഗ്രോ ആയിട്ടില്ലെങ്കിൽ അപ്പോൾ ഈ ലോകം അവനെ ചവിട്ടി താഴ്ത്തി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഒരു മെന്നായിട്ട് മാറാൻ അവന് സാധിക്കില്ല. സോ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് മൈൻഡ് സെറ്റ് വേണമെന്ന്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിയൽ മെൻ മൈൻഡ് സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ സപ്പോർട്ടും നിങ്ങൾക്കായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.